നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ അയ്യത്തൊരു പുളിഞ്ചിമരമുണ്ട്. അതിൽ മിക്കപ്പോഴും നിറച്ച് പുളിഞ്ചിക്ക ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിനകത്ത് അധികം ഒന്നും കാണുന്നില്ല. കുറച്ചൊക്കെ പഴുത്ത് തറയിൽ വീണ് പന്നലായി പോയിട്ടുണ്ടായിരുന്നു. എല്ലാം പൊഴിഞ്ഞൊക്കെ പോയെങ്കിലും കുറച്ചുള്ളത് പറിച്ചിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചു. ഇത്രയും എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. 2 ദിവസം മുന്നേ ഉപ്പിലിട്ട് വെച്ചിരുന്ന ലവ്ലോലിക്കയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. എന്തായാലും അച്ചാറിടുമല്ലേ, അപ്പോൾ ഇതും കൂടെ അങ്ങ് അച്ചാറാക്കിയേക്കാം. അപ്പോൾ അച്ചാറിട്ടാലോ? ആദ്യം കുറച്ച് കടുക് വറുത്തിട്ട് അതിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറി വന്ന് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ലവ്ലോലിക്ക ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് കായപ്പൊടി, പിന്നെ ഞാൻ ലവ്ലോലിക്ക ഇട്ട് വെച്ചിരുന്ന വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിച്ചിരി ഉപ്പ് കുറഞ്ഞു പോയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ പുളിഞ്ചിക്ക അച്ചാർ ഇടാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഈ സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ ആ അച്ചാർ ഇടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ലവ്ലോലിക്ക അച്ചാറും പുളിഞ്ചിക്ക അച്ചാറും ഒക്കെ ഇഷ്ടമാണോ? എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ പുതിയ ആൾക്കാർ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.